ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ സിനിമാ പ്രേമികൾ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തി. മലയാളത്തിൻ്റെ ഗോട്ട് ഫ്രാഞ്ചൈസിയുള്ള ദൃശ്യം സീരീസിലെ മൂന്നാമത്തെ പാർട്ട് അങ്ങനെ കണ്ടിരിക്കുകയാണ് ഗൈസ്. മലയാളം സിനിമേനെ വേറൊരു തലത്തിലേക്ക് എത്തിച്ച ഗോട്ട് സീരീസാണ് ദൃശ്യം സീരീസ്. അതിൻ്റെ ഒരു മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി നമ്മൾ അത്രയും വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിലാരും പരാതിയും പരിഭവം ഒന്നും വിചാരിക്കരുത്. പിന്നെ ഈ റിവ്യൂ ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ ആയിരിക്കും. സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ റിവ്യൂവിൽ പറയുന്നില്ല. അപ്പോൾ എല്ലാവരും റിവ്യൂ മുഴുവനായി കണ്ട് എല്ലാവരുടെയും അഭിപ്രായം രേഖപ്പെടുത്തുക. സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ സിനിമ ഒരു ആവറേജ് അനുഭവം മാത്രമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. സിനിമയുടെ പ്രധാന പ്രശ്നം ജിത്തു ജോസഫിൻ്റെ സീരിയൽ ലെവൽ മേക്കിംഗ് തന്നെയാണ്. ദൃശ്യം 1നെയും 2നെയും അപേക്ഷിച്ച് ഈ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ, ദൃശ്യം 1ന് 10ൽ 10 മാർക്ക് കൊടുക്കാമെങ്കിൽ ദൃശ്യം 2ന് 10ൽ ഒരു 7.5 കൊടുക്കാം. എന്നാൽ ദൃശ്യം 3 ആവുമ്പോൾ അതിന് 10ൽ 6.5 മാത്രമാണ് കൊടുക്കാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് കണ്ടു തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹനീയമായിട്ടുള്ളൊരു കാര്യമാണ്. സിനിമയുടെ അവസാനം 20 മിനിറ്റ് ഒഴിച്ചു നിർത്തിയാൽ സിനിമ വൻ ലാഗാണ്. ഈ സിനിമയുടെ പ്രധാന പ്രശ്നം എന്തെന്നാൽ, ഒരു സീക്വൽ വേണമെന്ന് കരുതി കഷ്ടപ്പെട്ട് എഴുതിയുണ്ടാക്കിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു രീതിയിലും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്ലൈമാക്സ് വേണമെന്ന് കരുതി ജിത്തു ജോസഫ് വളരെയധികം ബുദ്ധിമുട്ടി എഴുതിയതുപോലെ തോന്നി. പിന്നെ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ലാലേട്ടൻ ഓഫ് കോഴ്സ് ഗോട്ടാണ്. ലാലേട്ടൻ്റെ പെർഫോമൻസ് കിടിലനായിരുന്നു. തുടരും സിനിമയിലെ പോലെ കിടിലൻ പെർഫോമൻസാണ് ലാലേട്ടൻ ഇതിൽ കാഴ്ചവെച്ചത്. മറ്റ് കഥാപാത്രങ്ങൾക്കൊന്നും പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ കഥയിലില്ല. പിന്നീട് ഏറ്റവും നന്നായി അഭിനയിച്ചേക്കുന്നത് സിദ്ദിഖാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ദൃശ്യം 2ൽ വളരെ മനോഹരമായിട്ട് അഭിനയിച്ച മുരളി ഗോപി ഈ സിനിമയിൽ വളരെ ബുദ്ധിമുട്ടി അഭിനയിക്കുന്ന പോലെ എനിക്ക് തോന്നി. മുരളി ഗോപിയുടെ വിഗ്ഗൊക്കെ വളരെ മോശമായിട്ടാണ് തോന്നിയത് ഈ സിനിമയിൽ. പിന്നെ ഇത് സ്പോയിലറല്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സഹദേവൻ വരുന്നുണ്ട്. സഹദേവൻ്റെ അഭിനയവും എനിക്ക് അത്രത്തോളം തൃപ്തികരമായിരുന്നില്ല. ദൃശ്യം 1ൽ കിടിലനായിട്ട് പെർഫോം ചെയ്ത കലാഭവൻ ഷാജോൺ ഈ സിനിമയിൽ അത്രത്തോളം മികച്ചതായി നിന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സംവിധാനത്തിൻ്റെ കാര്യം, അവസാനത്തെ ഒരു 20 മിനിറ്റ് ഒഴിച്ച് ഒരു സീരിയൽ ലെവലിലാണ് സിനിമ പോകുന്നത്. ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കുക അസഹനീയമാണ്. സെക്കൻഡ് ഹാഫ് എൻഡിങ് എത്തുമ്പോഴാണ് സിനിമ ഒരു ത്രില്ലിങ് അനുഭവത്തിലേക്ക് പോകുന്നത്. അവസാനത്തെ 20 മിനിറ്റ് നല്ലതായിരുന്നു. ബട്ട് എന്നാൽ കൂടി ദൃശ്യം 2ൽ കിട്ടിയൊരു കിക്ക് ഈ സിനിമയിൽ കിട്ടിയില്ല. ഈ സിനിമ കണ്ടപ്പോൾ ഈ സിനിമ വേണമായിരുന്നോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ തോന്നി. വരുൺ പ്രഭാകറും ഫാമിലിയും ജോർജ് കുട്ടിയും എല്ലാം നമുക്ക് ബോറടിപ്പിച്ച് തുടങ്ങി എന്നാണ് എനിക്ക് തോന്നിയത്. ഈ അഭിപ്രായം കേട്ട് നിങ്ങൾ സിനിമ വളരെ മോശം സിനിമയാണെന്ന് വിചാരിച്ചിട്ട് പോകരുത്. സിനിമ മോശം സിനിമയാവുന്നത് ദൃശ്യം 1നെയും 2നെയും അപേക്ഷിച്ചാണ്. ഇതൊരു പുതിയ ഫ്രാഞ്ചൈസിയിൽ പുതിയ കഥയായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഈ സിനിമ കുറച്ചും കൂടി നല്ലൊരു അഭിപ്രായം നേടിയേനെ. പിന്നെ മ്യൂസിക് സിനിമയോട് യോജിച്ചു പോകുന്നുണ്ട്. മ്യൂസിക് അവസാന 20 മിനിറ്റ് വെച്ച് ബാക്കിയെല്ലാം ഒരു ആവറേജ് അനുഭവം മാത്രമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അത് മ്യൂസിക്കിൻ്റെ പ്രശ്നം മാത്രമല്ല, കഥയുടെ പ്രശ്നം കൂടിയാണ്. കഥയും മേക്കിങ്ങും ഒരു ആവറേജ് രീതിയിലായതുകൊണ്ട് മ്യൂസിക്കും ഒരു ആവറേജ് രീതിയിലാണ് പോയത്. എന്നാൽ അവസാന 20 മിനിറ്റിലുള്ള ക്യാമറ ആംഗിള്, മ്യൂസിക്, ഡയറക്ഷൻ എല്ലാം കിടിലനായിരുന്നു, നല്ലതായിരുന്നു. ഇത് സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എല്ലാവരും സിനിമ കണ്ട് സ്വന്തം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. എൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നാൽ എൻ്റെ ആസ്വാദന നിലവാരം വെച്ച് ഈ സിനിമ എനിക്കൊരു ആവറേജ് അനുഭവം മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ പോയി കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം സൂചിപ്പിക്കുക.